കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾക്കായി UDF-ൽ പിടിവലി. ഈ സീറ്റുകൾ വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതേസമയം ഇടുക്കി സീറ്റ് ഏറ്റെടുക്കില്ലെന്ന് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കും മുൻപ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും രണ്ട് തട്ടിൽ. ഏറ്റുമാനൂർ, തൃക്കരിപ്പൂർ സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം. ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കാൻ ഇരു പാർട്ടികളിലും സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫിനും സീറ്റിൽ കണ്ണുണ്ട്. കാസർഗോഡ്, തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയും തർക്കം തുടരുകയാണ്. നീലേശ്വരത്ത് ജോസഫ് വിഭാഗത്തിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രചരിച്ചു. ആർക്കും വേണ്ടാത്ത മാലിന്യങ്ങളെ ചുമക്കാനുള്ള ചവറുകൂനയല്ലെന്നാണ് പോസ്റ്ററിലെ പരാമർശം. തൃക്കരിപ്പൂർ വിട്ടു നൽകില്ലെന്ന കേരള കോൺഗ്രസ് നിലപാടിന് പിന്നാലെയാണ് പോസ്റ്റർ. കേരള കോൺഗ്രസ് പാർട്ടി തന്നെ തൃക്കരിപ്പൂരിൽ ഇപ്രാവശ്യം മത്സരിക്കും. പാർട്ടിക്കുണ്ടായിരുന്ന 10 സീറ്റ് ഇപ്രാവശ്യം പാർട്ടിക്ക് ലഭിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നേതാക്കൾ അറിയിച്ചത്. ഇതിനിടെ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കില്ലെന്ന് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അറിയിച്ചു. ആശങ്ക നിലനിൽക്കുന്നതിനാൽ PJ ജോസഫോ അപ്പു ജോസഫോ മത്സരിച്ചേക്കും. ആര് മത്സരിച്ചാലും മണ്ഡലം LDF നിലനിർത്തുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം. ആര് എതിർ സ്ഥാനാർത്ഥിയായി വന്നാലും ശ്രീ റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിയും. അദ്ദേഹത്തോടൊപ്പം ജനം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള സംശയത്തിനും ഇടയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് UDF-ലെ ആവശ്യം. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.